നമസ്കാരം. വയനാട് ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന സർക്കാരിന്റെ കണക്കുകൾ ദുരിതാശ്വാസത്തിന്റെ വിശ്വാസ്യത തകർക്കുന്നതാണ് എന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. കണക്കുകൾ കേന്ദ്ര സർക്കാരിന് നൽകിയ മെമ്മോറാണ്ടം എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. ഇങ്ങനെയാണോ കേന്ദ്ര സർക്കാരിന് മെമ്മോറാണ്ടം സമർപ്പിക്കുന്നത്? STRF മാനദണ്ഡങ്ങൾ അനുസരിച്ചാണ് മെമ്മോറാണ്ടം സമർപ്പിക്കേണ്ടത്. ഈ കണക്കിന് STRF മാനദണ്ഡങ്ങളുമായി ഒരു ബന്ധവുമില്ല എന്നും സാമാന്യ യുക്തിക്ക് പോലും നിരക്കാത്ത കണക്കുകളാണ് സർക്കാർ മുന്നോട്ട് വെച്ചിരിക്കുന്നത് എന്നും അദ്ദേഹം ആരോപിച്ചു. കൊച്ചിയിൽ മാധ്യമങ്ങളെ കാണുകയായിരുന്നു പ്രതിപക്ഷ നേതാവ്. സെക്രട്ടേറിയറ്റിലെ സാമാന്യ ബുദ്ധിയുള്ള ഒരു ഉദ്യോഗസ്ഥനും ഇത്തരത്തിലൊരു കണക്ക് തയ്യാറാക്കുമെന്ന് കരുതുന്നില്ല എന്നും ഈ കണക്ക് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആണോ റവന്യൂ വകുപ്പാണോ തയ്യാറാക്കിയത് എന്ന് സർക്കാർ വ്യക്തമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഇക്കാര്യത്തിൽ എന്തെങ്കിലും പരിശോധന നടത്തിയിട്ടുണ്ടോ? ആക്ച്വൽസ് ആണ് ഹൈക്കോടതി വിധിയിൽ വന്നിരിക്കുന്നത് എന്നാണ് പറയുന്നത്. ഇത്രയും ആളുകളുടെ മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ വലിയ തുകയാണ് കണക്കാക്കിയിരിക്കുന്നത്. നിരവധി മൃതദേഹങ്ങൾ ബന്ധുക്കൾ കൊണ്ടുപോയി സംസ്കരിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള മൃതശരീരങ്ങൾ സംസ്കരിക്കാൻ MLAയും പഞ്ചായത്തും ഉൾപ്പെടെയുള്ളവരാണ് HMLയുമായി സംസാരിച്ച് സ്ഥലം കണ്ടെത്തിയത്. കുഴിയെടുക്കാനുള്ള സൗകര്യം സ്ഥലത്തെ NSS യൂണിയൻ പ്രസിഡന്റാണ് നൽകിയത്. മുഴുവൻ മൃതദേഹങ്ങളും സംസ്കരിച്ചത് സന്നദ്ധ പ്രവർത്തകരാണ്. യാഥാർത്ഥ്യം ഇതാണെന്നിരിക്കെയാണ് ഒരു മൃതദേഹം സംസ്കരിക്കാൻ സർക്കാരിന് 75,000 രൂപ ചെലവായി എന്ന കണക്ക് ഇവർ നൽകിയിരിക്കുന്നത്. എന്താണ് ഇതിന്റെ വിശ്വാസ്യത? വോളണ്ടിയർമാർക്ക് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷനും സന്നദ്ധ പ്രവർത്തകരുമാണ് ഭക്ഷണം നൽകിയത്. കള്ളക്കണക്ക് എഴുതാതെ ശ്രദ്ധയോടെ നിവേദനം തയ്യാറാക്കി നൽകിയിരുന്നുവെങ്കിൽ കേന്ദ്ര സർക്കാരിൽ നിന്നും ന്യായമായ സഹായം വാങ്ങിയെടുക്കാമായിരുന്നുവെന്ന് സതീശൻ പറഞ്ഞു. വിശ്വാസ്യത തന്നെ ഇല്ലാതാക്കുന്ന രീതിയിലാണ് മെമ്മോറാണ്ടം തയ്യാറാക്കിയിരിക്കുന്നത്. എവിടെയോ ആരോ തയ്യാറാക്കിയ മെമ്മോറാണ്ടം അല്ല സംസ്ഥാന സർക്കാർ സമർപ്പിക്കേണ്ടത് എന്നും വിവാദങ്ങൾ ഉണ്ടായി സഹായം ലഭിക്കാതെ പോകരുത് എന്നാണ് പ്രതിപക്ഷം ആഗ്രഹിക്കുന്നത് എന്നും അദ്ദേഹം വ്യക്തമാക്കി. വയനാട് ദുരിതാശ്വാസത്തിന് വേണ്ടി മുഖ്യമന്ത്രിയുടെ സഹായ നിധിയിൽ പ്രത്യേക അക്കൗണ്ട് തുടങ്ങണമെന്ന് പ്രതിപക്ഷം നേരത്തെ തന്നെ ആവശ്യപ്പെട്ടതാണ്. അതിൽ നിന്നും ചിലവഴിക്കുന്ന തുകയുടെ കണക്ക് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചാൽ വിശ്വാസ്യതയും വർദ്ധിക്കുമായിരുന്നു. ആളുകൾ തലയിൽ കൈവയ്ക്കുന്ന തരത്തിലാണ് സർക്കാർ മെമ്മോറാണ്ടം ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നത്. സാധാരണക്കാരന്റെ യുക്തിക്ക് പോലും നിരക്കാത്ത കണക്കുകൾ എഴുതി വെച്ചാൽ മെമ്മോറാണ്ടം പരിശോധിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ ഉദ്യോഗസ്ഥർ ഗൗരവത്തിലെടുക്കുമോ? ഇക്കാര്യത്തിൽ സർക്കാർ പുനർവിചിന്തനത്തിന് തയ്യാറാകണം. 2000 കോടിയുടെയെങ്കിലും ദുരിതാശ്വാസ പ്രവർത്തനം വയനാട്ടിൽ നടത്തേണ്ടി വരും. ഇത് ചൂണ്ടിക്കാട്ടി STRF മാനദണ്ഡങ്ങൾക്കനുസൃതമായ മെമ്മോറാണ്ടമാണ് സംസ്ഥാന സർക്കാർ തയ്യാറാക്കേണ്ടത്. മെമ്മോറാണ്ടം തയ്യാറാക്കിയത് ആരാണ് എന്ന് കണ്ടെത്തി അവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. പ്രധാനമന്ത്രിയെ സന്ദർശിച്ച ശേഷം ധനസഹായം കിട്ടുമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. കേന്ദ്ര സഹായം ലഭിക്കാത്തത് സംബന്ധിച്ച് സംസ്ഥാന സർക്കാർ ഇതുവരേക്കും യാതൊരു വിധത്തിലുള്ള പരാതിയും പറഞ്ഞിട്ടില്ല. സർക്കാരിന് ഇല്ലാത്ത പരാതി പ്രതിപക്ഷം എങ്ങനെയാണ് ഉന്നയിക്കുക? സർക്കാരിന്റെ തെറ്റുകളും കുറവുകളും ചൂണ്ടിക്കാട്ടാനാണ് എങ്കിൽ വയനാട് ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ട് നിരവധി വിഷയങ്ങളുണ്ട്. എന്നാൽ നാട്ടിൽ ദുരന്തമുണ്ടാകുമ്പോൾ എല്ലാവരും ഒന്നിച്ചു നിന്ന് സഹായിക്കുന്ന പുതിയൊരു സംസ്കാരമുണ്ടാക്കാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് പ്രതിപക്ഷം തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയെ കണ്ടതും സർക്കാരുമായി സഹകരിച്ചതും. കേന്ദ്ര സർക്കാർ പണം തന്നില്ല എന്ന് സംസ്ഥാന സർക്കാരിന് പരാതിയില്ല. ധനസഹായത്തിന് മുന്നോടിയായുള്ള തുക കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങൾക്ക് നൽകാറുണ്ട്. എന്നാൽ അത് കിട്ടിയില്ല എന്ന പരാതി സംസ്ഥാന സർക്കാരിനുമില്ല. സർക്കാരിന് പരാതിയില്ലാത്ത സാഹചര്യത്തിൽ പ്രതിപക്ഷം എന്തിനാണ് പരാതി പറയുക? ഹൈക്കോടതി വിധിയിലൂടെയാണ് സർക്കാർ തയ്യാറാക്കിയ മെമ്മോറാണ്ടം പുറത്തു വന്നത്. മെമ്മോറാണ്ടം മാധ്യമങ്ങൾ ഉണ്ടാക്കി എന്നാണ് സർക്കാർ ഇപ്പോൾ പറയുന്നത്. ഇങ്ങനെയാണ് മെമ്മോറാണ്ടം തയ്യാറാക്കുന്നത് എങ്കിൽ അതിൽ നിരവധി പാളിച്ചകളുണ്ട് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.